ഈ കൊച്ചുമോൻ്റെ പിതാവ് ആ ഭാഗത്ത് അറിയപ്പെടുന്ന ഒരു ചട്ടമ്പിയായിരുന്നു. അദ്ദേഹം പള്ളിയിൽ പോയിരുന്നത് പള്ളിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് താൻ പോകാറുള്ളത്. കയ്യിൽ ബൈബിളല്ല, എളിയിൽ ഒരു കഠാരയുമായിട്ടാണ് താൻ പോകാറുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് പേടിയായിരുന്നു മറ്റുള്ളവർക്കൊക്കെ. അദ്ദേഹം പള്ളിയിൽ ചെന്നാൽ ജനങ്ങൾക്ക് വരെ ഭീതിയായിരുന്നു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം മദ്യപിക്കാൻ വേണ്ടി മാത്രം തൻ്റെ അടുത്ത്, അന്ന് ചാരായ ഷാപ്പുള്ള സമയമാണ്, നിരോധിക്കപ്പെട്ടിട്ടില്ല, തൻ്റെ അടുത്ത് ഒരു ചാരായ ഷാപ്പ് തൻ്റെ ചെലവിൽ കൊണ്ടുവന്നു. എന്നിട്ട് മദ്യം വൈകിട്ട് വാങ്ങി കുപ്പിയിൽ കട്ടിലിൻ്റെ അടിയിൽ വെച്ചിരിക്കുകയും രാത്രിയിൽ ഉണരുമ്പോൾ കുടിക്കാൻ വേണ്ടി. അങ്ങനെ മദ്യപാനിയായിരുന്ന മനുഷ്യൻ. ആ വീട്ടിലാണ് യോഗം നടക്കുന്നത്. ശക്തമായ സുവിശേഷ സന്ദേശം ദൈവാത്മാവിൽ പാവപ്പെട്ട ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ രക്ഷണ്യ സുവിശേഷത്തിൻ്റെ അനുഗ്രഹീതമായ ശക്തി അവിടെ വ്യാപരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ആർക്ക് കർത്താവിനെ വേണം? അപ്പോൾ ഞാൻ വേറെ ഒരു സന്ദർഭം കൂടെ പറഞ്ഞപ്പോൾ ആ പ്രഭാഷണത്തിന് ദൈവാത്മാവിൻ്റെ ഇരുവായ്ത്തല വാളിൻ്റെ മൂർച്ചയേറി. സൈഡിലെ ഒരു ബെഡ്റൂമിൽ ഒരു ചാരുകസേരയിലിരുന്ന് ഈ പ്രസംഗം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആ പിതാവ്, അന്ന് അദ്ദേഹത്തിന് 62 വയസ്സുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് വന്നു. ഞാനൊന്ന് സംശയിച്ചു, എന്താ ഈ വരവിൻ്റെ ഉദ്ദേശമെന്ന്. എന്നാൽ അദ്ദേഹം മുന്നോട്ട് വന്ന് ആ വാതിൽ കട്ടിൽപ്പടി ചാരി നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അടുത്ത് പറഞ്ഞ വാചകം കേൾക്കണോ? എൻ്റെ നാവിൽ നിന്ന് ആദ്യമാണ് ഇങ്ങനെ ഒരു വാചകം ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ കർത്താവുമായിട്ടൊരു മൽപ്പിടുത്തത്തിലായിരുന്നു. വേണോ വേണ്ടയോ? എൻ്റെ മകൻ ഗൾഫിലാണ്. അവന് ഞാൻ കത്തെഴുതി, മോനെ, എനിക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കണം, ഒരു ദൈവവൈതലായിട്ട് ജീവിക്കണം, നീ അതിന് തടസ്സം നിൽക്കരുത്. ആ കത്തിൻ്റെ മറുപടി വരാൻ കാത്തിരിക്കുകയാണ് ഈ പിതാവ്. അദ്ദേഹം പറഞ്ഞു, ഇനി എൻ്റെ മകൻ്റെ മറുപടി വന്നാലും ഇല്ലെങ്കിലും എനിക്ക് യേശുവിനെ വേണം. ഞാൻ യേശുവിനെ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു, എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. സ്നേഹിതരെ, ഇത് പറഞ്ഞ് നിർത്തിയിട്ട് അദ്ദേഹം പറയാം, അന്ന് ഞാൻ സ്നാനത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. എനിക്ക് ഈ രാത്രിയിൽ സ്നാനപ്പെടണം. ഇതൊരു വ്യാഴാഴ്ച രാത്രിയാണ്. എനിക്കിപ്പോൾ സ്നാനപ്പെടണം. തമ്പാച്ചൻ എന്നെ സ്നാനപ്പെടുത്തണം.